ശ്രീ സർ, പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആരാണ് വിജയിക്കുക എന്നുള്ള ഒരു ആദിയും ആശങ്കയും ഒക്കെ ജനങ്ങളിലൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിവിധ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തു തന്നെയായാലും പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം തന്നെ കൂട്ടലും കിഴിക്കലുമായി ബൂത്തിലെ അവസാന കണക്കും വെച്ചുകൊണ്ട് ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു ഊഹത്തിലൊക്കെ അവരെത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ പൊതുവായി നടന്നു വരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന ഒരു എഡ്ജ്, ആ എഡ്ജ് കുറഞ്ഞിരിക്കുന്നുവെന്നും BJP ആ സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നുവെന്നും ശ്രീകൃഷ്ണകുമാറിന് കൃത്യമായ ഒരു എഡ്ജ് വന്നിരിക്കുന്നു എന്നുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിൽ ശ്രീകൃഷ്ണകുമാറിന് ഒരു എഡ്ജ് നിലവിൽ പാലക്കാടിനുണ്ടോ? പാർത്ഥൻ, ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ കുറേയധികം ഫാക്ടറുകൾ കൺസിഡർ ചെയ്യാതെ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ രണ്ട് ക്യാമ്പിലും, അതായത് UDF ക്യാമ്പിലും BJP ക്യാമ്പിലുമുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും തുല്യമായിട്ടുള്ള ലെവലിൽ കോൺഫിഡൻ്റ് ആണ്. അവർ ജയിക്കും എന്ന രീതിയിലത്തേക്കുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ BJP-ക്കാർ പറയുന്നത് 5000-ലധികം വോട്ടുകൾക്ക് അവർ ജയിക്കുമെന്നാണെങ്കിൽ കോൺഗ്രസ്സുകാർ പറയുന്നത് 10,000-ൽ പരം വോട്ടുകൾക്ക് അവർ ജയിക്കും എന്നാണ്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ പേഴ്സണലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുമ്പോൾ, വോട്ട് പെട്ടിയിലായി കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു അമിത ശുഭാപ്തി വിശ്വാസമൊന്നും തന്നെ ആരും പ്രകടിപ്പിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അവരുടെ ആ ഒരു കണക്ക് കൂട്ടലിൽ ഇപ്പോഴും ഈ രണ്ട് പക്ഷവും വിചാരിക്കുന്നത് അവർ ജയിക്കുമെന്ന് തന്നെയാണ്. അതിൽ തന്നെ ഈ ഭൂരിപക്ഷം നോക്കൂ, ഒരാൾ 5000-ന് ജയിക്കുമെന്ന് പറയുമ്പോൾ മറ്റേ ആൾ 10,000-ന് ജയിക്കുമെന്ന രീതിയിലത്തേക്ക് അവർ കരുതുന്നുമുണ്ട്. CPM-ന് ഒരുപക്ഷെ സരിൻ്റെ തന്നെ ഒരു വാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ 70,000 വോട്ട് അദ്ദേഹത്തിന് തന്നെ പോൾ ചെയ്യും എന്നാണ്. അപ്പോൾ 70,000 വോട്ട് അദ്ദേഹത്തിന് പോൾ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 15,000-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കേണ്ടതുമാണ്. അപ്പോൾ ഈ ഒരു അവകാശവാദത്തിനെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പാലക്കാട് ഈ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് ആ വോട്ടർമാരെ സ്വാധീനിച്ചിരിക്കാനുള്ള സാധ്യത എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ അവസാനം ചർച്ച ചെയ്തിരിക്കുന്നത് സന്ദീപ് വാര്യർ അവിടേക്ക് UDF-ലേക്ക് പോയിരിക്കുന്ന ഒരു വിഷയവും അത് ന്യൂനപക്ഷങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനവുമാണ്. അപ്പോൾ ആ സ്വാധീനം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ UDF-ലേക്ക് BJP രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് സന്ദീപ് വാര്യരെ പോലെ ഒരാൾ പോകുമ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതെല്ലാം BJP-ക്ക് വേണ്ടിയിട്ടുള്ള വർഗീയ സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു എന്ന്, അതിനെയെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് മൈനോറിറ്റി കാണുക എന്നുള്ളതാണ് പ്രധാനം. അതായത് ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞിരുന്നതെല്ലാം വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണ്, വർഗീയതയുടെ രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുമ്പോൾ ഇതുവരെ BJP എതിർത്തിരുന്ന ആൾക്കാർക്ക് സന്ദീപ് വാര്യരോടൊപ്പം നിൽക്കാനായിട്ട് തോന്നും. കാരണം അതിൽ നിന്നൊരാൾ മാനസാന്തരപ്പെട്ട് വരികയാണ് എന്നുള്ള ഒരു ഇമേജ് ഉണ്ടാകും. അങ്ങനെയുള്ള ആളിന് മതേതര നിലപാടുകളിലേക്കാണ് ഇനി പോകുന്നതെങ്കിൽ സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല സ്ഥലം UDF ആണ് എന്നുള്ള ഒരു തോന്നൽ UDF-നുമുണ്ട്, അത് സന്ദീപിനുമുണ്ട്. ഇത് ഈ മൈനോറിറ്റി വോട്ടുകളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നുള്ളതാണ് പ്രശ്നം. ഇത് മൈനോറിറ്റി വോട്ടുകളെ സ്വാധീനിക്കാൻ വലിയ സാധ്യതയുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാവണം ഈ നീക്കം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുമ്പ് സന്ദീപ് വാര്യരുടെ പഴയ പ്രസ്താവനകളെയൊക്കെ തന്നെ വീണ്ടും വോട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, അതും പ്രത്യേകമായിട്ടുള്ള മതവിഭാഗത്തിലുള്ള ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി സിറാജിലും അതേപോലെ സുപ്രഭാതത്തിലും LDF പരസ്യം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അവരവിടെ പറയുന്നത് എന്താണ് നോക്കൂ, ഇങ്ങനെയുള്ള കടും വർഗീയ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ പ്രസ്താവനകളെ ഒരുപക്ഷെ കോൺഗ്രസ് ഇനി ന്യായീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്ന ഒരാളിനെ ഞങ്ങൾ സ്വീകരിച്ചില്ല, അതാണ് അവർ പറയുന്നത്. അപ്പം ഞങ്ങളാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മതേതരം എന്നാണ് പറയുന്നത്. ഞാൻ കരുതുന്നത് ഈ ഒരു ആശങ്ക എന്തെങ്കിലും രീതിയിൽ ഇതൊരു ആശങ്കയായിട്ട് മൈനോറിറ്റിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി വിഭാഗത്തിന് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, ഇതിലൊരു ആശയക്കുഴപ്പമുണ്ടാകാം. UDF ആണോ കൂടുതൽ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നത്, അതോ അത് LDF ആണോ എന്ന രീതിയിലത്തേക്ക് ഒരു ആശങ്ക ഉണ്ടായിട്ട് മൈനോറിറ്റി വോട്ട് സ്പ്ലിറ്റ് ആവുകയാണ് എങ്കിൽ അവിടെ BJP-ക്ക് അതിൽ പരം നല്ലൊരു എഡ്ജ് കിട്ടാനില്ല. കാരണം ട്രഡീഷണലി ഒരു പക്ഷേ UDF-ന് പോൾ ചെയ്യുന്ന കുറേയധികം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ അവസാന നിമിഷത്തിലെ നീക്കത്തിലൂടെ കുറേ വോട്ടുകൾ സമാഹരിക്കാനായിട്ട് LDF-ന് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രൗണ്ട് റിയാലിറ്റി അതാണ് എങ്കിൽ ഈ BJP-ക്ക് ഒരിക്കലും കിട്ടാതെ പോകുന്ന വോട്ടുകൾ ഏകപക്ഷീയമായി UDF-ലേക്ക് പോകാതെ കുറച്ച് LDF-ലേക്കും പോയി കഴിഞ്ഞാൽ ഒരിടത്ത് കുറയുകയും മറ്റൊരിടത്ത് കൂടുകയും ചെയ്യുമ്പോൾ മൂന്നാമതുള്ളവന് കൂടിയാലും രണ്ടാമത്തേക്ക് എത്താൻ സാധ്യമല്ല എന്ന് തോന്നിയാൽ അഡ്വാൻറ്റേജ് BJP-ക്കാണ്. അങ്ങനെയാണ് എങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയുണ്ട്. പക്ഷേ BJP ആണ് വലിയ ത്രട്ട്,
BJPക്ക് ഇവിടെ സീറ്റ് കിട്ടാൻ പാടില്ല എന്ന രീതിയിലാണ് മൈനോറിറ്റി ചിന്തിക്കുന്നത് എങ്കിൽ അത് സ്റ്റിൽ കൺസോളിഡേറ്റ് ചെയ്ത് പോവുകയും BJPയെ പരാജയപ്പെടുത്താനായിട്ട് കൂടുതൽ ശക്തി ആർക്കാണ് എന്ന് തോന്നിയിട്ട് അത് മൂന്നാമത് കഴിഞ്ഞ തവണ വന്ന സ്ഥാനാർത്ഥിക്കല്ല, മറിച്ച് ജയിച്ചിരുന്ന ആളിൻ്റെ പാർട്ടിക്കാണ് എന്ന് തോന്നിയാൽ അവിടെ ആൾക്കാർ UDFന് വോട്ട് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. ഞാൻ കരുതുന്നത് അൾട്ടിമേറ്റ്ലി ഈ ഒരു ഫാക്ടറാണ് അവിടെ പ്ലേ ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഈ പറയുന്നത് പോലെ ഹിന്ദു വോട്ടുകൾ പൂർണ്ണമായും BJPക്ക് പോൾ ചെയ്യുമെന്നൊന്നും തന്നെ BJPക്കാർ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തിയുള്ള നഗരപ്രദേശങ്ങളുണ്ട്. നഗരസഭയുടെ പരിധിയിൽ വരുന്ന 100-ലധികം ബൂത്തുകളുണ്ട്. അവിടെ പരമാവധി വോട്ടുകൾ സമ്പാദിക്കുകയും പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന കുറവിനെ ഇവിടെ മേക്കപ്പ് ചെയ്യുക തുടങ്ങിയതായിരിക്കും BJPയുടെ ലക്ഷ്യം. എന്നാൽ UDFൻ്റെ ലക്ഷ്യം പഞ്ചായത്തുകളിലൊക്കെ തന്നെ നല്ല രീതിയിലത്തേക്കുള്ള മേൽക്കൈ ഉണ്ടാക്കുക. നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള പിരായരി പഞ്ചായത്ത് പോലെയുള്ള പഞ്ചായത്തുകൾ, അല്ലെങ്കിൽ കണ്ണാടി തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ തന്നെ അവർക്കുള്ള സ്വാധീനത്തിനെ പരമാവധി ഉപയോഗിച്ച് മാക്സിമം വോട്ട് കിട്ടുകയും തെറ്റല്ലാത്ത രീതിയിലത്തേക്കുള്ള ഒരു പെർഫോമൻസ് നഗരമേഖലയിലേക്ക് കാഴ്ചവെക്കുകയും ചെയ്താൽ അവർക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത അവർക്കുമുണ്ട്. ഈ ചിന്ത തന്നെയാണ് ഞാൻ ഈ രണ്ട് ക്യാമ്പിൽ സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ടാൾക്കാരും, രണ്ട് കൂട്ടരും എന്നോട് പങ്കുവെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് രണ്ടു പേർക്കും ഇപ്പോഴും സംശയമില്ല. അപ്പോൾ ആ സംശയം ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് ഒരു അല്പം എഡ്ജ് ഈ ഒരു സമയത്ത് കൂടിയിട്ടുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിൻ്റെ കണക്കുകൾ വേണം. ഇപ്പോൾ UDFന് മേൽക്കൈയുള്ള സ്ഥലത്ത് താരതമ്യേന കുറവാണ് പോളിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്ന് മുഴുവനും അതിന് വേണ്ടിയിട്ട് തപ്പി നോക്കി. ഈ പിരായരി പഞ്ചായത്തൊക്കെ പറയുമ്പോൾ അവിടെ എങ്ങനെയാണിത് കുറഞ്ഞിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കുറേ ഡേറ്റയൊക്കെ കിട്ടുമെന്ന് നോക്കിയപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഡേറ്റയൊന്നും തന്നെ കിട്ടുന്നില്ല. അതേപോലെ തന്നെ നഗരസഭയിൽ വർദ്ധിച്ച രീതിയിലത്തേക്കുള്ള പോളിംഗ് എന്ന് പറയുമ്പോൾ പോലും ആ രീതിയിലത്തേക്കും കാണുന്നില്ല. കാരണം അത് സാധൂകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡേറ്റ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ മൊത്തത്തിലുള്ള പോളിംഗ് ശതമാനം അല്പം കുറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്, ആരെയാണ് കൂടുതലായിട്ട് ഫേവർ ചെയ്തിരിക്കുന്നത് എന്നതൊക്കെ നമുക്ക് ഈ 23-ാം തീയതി ഫലം വന്നു കഴിയുമ്പോൾ ഉച്ചയോടുകൂടി മാത്രമേ കൃത്യമായിട്ടുള്ളൊരു പിക്ചർ കിട്ടൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ഞാൻ വ്യക്തിപരമായി രണ്ട് സാധ്യതകൾ ഇവിടെ പറയാനുള്ളത്, ഒന്ന് സരിനുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഗ്രസിൽ നിന്നൊരു വ്യക്തി CPM-നകത്തേക്ക് വരുന്നു, അവിടെ സീറ്റ് കൊടുക്കുന്നു. ഇത് CPM-ന്റെ പരമ്പരാഗതമായി നിൽക്കുന്ന അണികളിൽ, കേഡർ സംവിധാനത്തിൽ നിൽക്കുന്ന യഥാർത്ഥ സഖാക്കളിലൊക്കെ ഒരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും അവർ ഇതിന് പകരമായി, അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് ആ വോട്ട് ഡയറക്റ്റായിട്ട് ശ്രീകൃഷ്ണകുമാറിലേക്ക് പോകുമെന്നും, അതേസമയം തന്നെ കോൺഗ്രസിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തിച്ചു, അത് ഷാഫിയുടെ ഒരു കളിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പാർട്ടി വിട്ടിട്ടുണ്ട്, സരിൻ ഉൾപ്പെടെ. അപ്പോൾ അടിത്തട്ടിൽ ആ തരത്തിലും രാഹുലിനെതിരെ വികാരമുണ്ടെന്നും, അങ്ങനെ ആ വികാരമുള്ള ആളുകളുടെ വോട്ടും CPM-ലേക്ക് പോകാതെ അതും ശ്രീകൃഷ്ണകുമാറിലേക്ക് പോകുമെന്നുമുള്ള ഒരു വശം. രണ്ടാമത്തത്, വഖഫുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വിഷയങ്ങളൊക്കെ കത്തി നിൽക്കുമ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ, ഇതുവരെ ഒരു BJP-യിലേക്ക് കാര്യമായി പോകാതിരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വലിയ ശതമാനം BJP-യിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബലം മറിയില്ലേ? നിശ്ചയമായും. പക്ഷേ ഇവിടെ വീണ്ടും ഒരു പ്രശ്നം, ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ 3 പാർട്ടികളിലും ഒരു ഏകസ്വരമായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഈ 3 പാർട്ടികളിലും പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം അല്പമെങ്കിലും ജയസാധ്യത അവിടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നിയിരുന്നുവെങ്കിൽ അവരുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുണ്ടായിരുന്ന ഒരാളിനെ അവർ നോമിനേറ്റ് ചെയ്യുമായിരുന്നു. കാരണം സ്വന്തം ഒരാളിന് കൊടുക്കാമായിരുന്ന ജയസാധ്യതയുള്ള ഒരു സീറ്റ് മറ്റൊരാളിന്, പ്രത്യേകിച്ച് ഈ വരത്തൻ എന്ന് പറയുന്നത് പോലെ ഇന്ന് വന്ന് കയറിയിരിക്കുന്ന ഒരാളിന്, അതും മുഖ്യമന്ത്രിയെ ഇത്രയും നാൾ വളരെ മോശമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരുന്ന ഒരാളിന് അത് കൊടുക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള സാഹചര്യവും CPM-ൽ ഉണ്ടാകുമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് LDFിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ നോക്കിയാൽ സരിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ വോട്ട് രണ്ട് രീതിയിലത്തേക്ക് പോകാം. ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് പോകാം, അതല്ല എങ്കിൽ BJP-യിലേക്ക് പോകാം. ഇത് എന്തിൻ്റെ പേരിലാണ് ഇത് പോകുന്നത്? അവരുടെ ഒരു പ്രകടമായിട്ടുള്ള ഒരു നീരസം അവർ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രത്യേക കാരണമൊന്നുമില്ല BJP-ക്ക് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ UDFന് വോട്ട് ചെയ്യാനോ. അത് മനസാക്ഷിക്ക് അനുസരിച്ച് ആൾക്കാർ വോട്ട് ചെയ്യുകയുള്ളൂ. അല്ലാതെ അതിൻ്റെ പേരിൽ ഒരു നിശ്ചയമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതിന് ശേഷം ആൾക്കാർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു പ്രസ്താവന നോക്കി. BJP ജയിക്കുമെന്ന് തോന്നിയപ്പോൾ LDFുകാർ LDFിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചിരുന്ന ആളിന് പോലും വോട്ട് ചെയ്യാതെ UDFന് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ലേ? LDFിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ LDFിൻ്റെ അനുഭാവികളായിട്ടുള്ള ആൾക്കാർ അന്ന് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളിന് വോട്ട് കൊടുക്കാതെ, എന്ന് വെച്ചാൽ അരിവാൾ ചുറ്റികയിൽ അടിക്കാതെ അവർ കൊണ്ടുപോയി കൈപ്പത്തി ചിഹ്നത്തിൽ അടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്.
അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇന്നത്തെ കാര്യം നോക്കൂ. LDFിൻ്റെ സ്ഥാനാർത്ഥി സ്ട്രോങ് സ്ഥാനാർത്ഥിയല്ല, സ്വതന്ത്രനാണ്, പാർട്ടി ചിഹ്നമില്ല. അങ്ങനെയുള്ള ഒരാളിനെ അവിടെ BJPയെ ജയിപ്പിച്ചിട്ട് നമുക്ക് UDFിനെ പരാജയപ്പെടുത്താം എന്നവർ ചിന്തിക്കണോ? അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ്? BJP ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് പറയുന്ന നാച്ചുറലായിട്ടുള്ള കാര്യം എന്താണ്? BJPയും CPMും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ലേ പറയുള്ളൂ. കാരണം മൂന്നാമത് വീണ്ടും എത്താൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ LDF ആയിരിക്കും. ആ രീതിയിലത്തേക്ക് അവർ ചിന്തിക്കുമോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. UDFിൽ ഈ പറഞ്ഞതുപോലെ കെട്ടിയിറക്ക സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്നു, ഷാഫി പറമ്പലിൻ്റെ നോമിനിയാണ് എന്ന് പറയുന്നു. അതേ കാര്യം തന്നെ മറ്റൊരു രീതിയിലാണെങ്കിലും K. സുധാകരൻ പറയുന്നു. DCCക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. DCC പരിഗണിച്ചത് K. മുരളീധരനെയാണ് എന്ന് പറയുന്നു. പക്ഷേ DCCയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ക്യാമ്പയിനിങ്ങിന് ശക്തമായിട്ട് അവിടെ ഇറങ്ങുന്നു. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനോട് അതൃപ്തി ഉള്ള ഒരാളിനും ഇതേപോലെ വേണമെങ്കിൽ വോട്ട് മാറ്റാം. പക്ഷേ ആ വോട്ട് വീണ്ടും സരിനോടുള്ള താല്പര്യം കൊണ്ട്, അല്ലെങ്കിൽ സരിൻ പറഞ്ഞിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ വേണമെങ്കിൽ സരിന് വോട്ട് ചെയ്തുകൂടെ? അതായത് സരിൻ പാർട്ടി വിട്ടു പോകുന്നത് എന്തിനാണ്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരുന്നത് ശരിയല്ല എന്ന് ചിന്തയുള്ള മറ്റ് കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരുപക്ഷെ C. കൃഷ്ണകുമാറിനേക്കാൾ കൂടുതൽ യോഗ്യൻ സരിനാണ്. കാരണം ഇവർ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെ അവർ വോട്ട് ചെയ്യുമോ? കാരണം അവരിവിടെ ഫൈറ്റ് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് തന്നെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ സീറ്റ് നിലനിർത്തുകയും മറ്റേ അടുത്ത ചേലക്കരയിലെ സീറ്റ് പിടിച്ചെടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ, ഇനി വയനാടും നിലനിർത്തിയാൽ 3 out of 3 കിട്ടിയതിന് ശേഷം CPMനെ അത്രത്തോളം പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് 2026 ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ഒരു ഇംപ്രഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ സമയത്ത് സിറ്റിംഗ് സീറ്റിനെ പോലും മറിച്ച് പരാജയപ്പെടുത്തിക്കൊണ്ട് BJP വരാനായിട്ട് അനുവദിക്കുന്ന രീതിയിലത്തേക്ക് ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് അവർ പോകുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി സന്ദീപ് വാര്യർ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? സന്ദീപ് വാര്യർക്ക് ആരുമായിട്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? C. കൃഷ്ണകുമാറുമായിട്ടായിരുന്നു. എന്ന് വെച്ചാൽ C. കൃഷ്ണകുമാർ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് ശരിയല്ല എന്ന് ആദ്യം പറഞ്ഞ വ്യക്തി ഒരാളാണ് BJPയിൽ നിന്ന് സന്ദീപ് വാര്യരാണ്. അന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാനൊരു BJP പ്രവർത്തകനാണ്, ഞാൻ തന്നെ നിർദ്ദേശിച്ചത് ഇവിടെ K. സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ്, ഇതിലൊരു ജയസാധ്യത അദ്ദേഹം കാണുന്നില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അവിടെ പറയുന്നു. തന്നെയുമല്ല, പാലക്കാട് വലിയ രീതിയിലുള്ള മുന്നേറ്റം നേരത്തെ ഉണ്ടാക്കിയിരുന്ന ശോഭാ സുരേന്ദ്രനാണ് അവിടെ പ്രാഥമികമായിട്ട് പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ള അഭിപ്രായം സോഷ്യൽ മീഡിയയിലടക്കം പല പ്രവർത്തകരും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ BJPയുടെ വോട്ട് BJPക്ക് തന്നെ വീഴ്ത്താനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സന്ദീപ് വാര്യർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെയും RSSനെയും വിമർശിച്ചതോടുകൂടി BJPയിലുള്ള BJP അനുഭാവ വോട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും അവിടെ തന്നെ പോൾ ചെയ്യപ്പെടണം എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ മറ്റ് രണ്ട് പക്ഷമില്ലേ, ഈ മറ്റ് രണ്ട് പക്ഷത്തിനെ എന്ത് ചിന്തയാണ് നയിക്കുക? അപ്പോൾ അതിലേക്ക് മുനമ്പം വന്നിട്ടുണ്ടെങ്കിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വോട്ട് BJPക്ക് തന്നെ പോകണം. കാരണം UDFനും LDFനും ആ വിഷയത്തിൽ ഒറ്റ നിലപാടാണ്. അവർ രണ്ടുപേരും കൂടി സംയുക്തമായിട്ട് പ്രമേയം പാസ്സാക്കാൻ തയ്യാറായിരുന്നു. പിന്നീട് അവർ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ വന്നതിന് ശേഷം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. എങ്കിൽ അതുമായി ബന്ധപ്പെട്ട അമെൻമെൻറ്റ് കൊണ്ടുവരുന്ന മുനമ്പം ഉൾപ്പെടെയുള്ള വഖഫ് ബോർഡിൻ്റെ തീരുമാനങ്ങൾക്കെതിരെ നിൽക്കുന്ന BJPക്ക് വേണം അവർ വോട്ട് ചെയ്യാൻ. അങ്ങനെ ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാധീന ശക്തിയാകാൻ തക്ക രീതിയിലത്തേക്കുള്ള വോട്ടാണ് എങ്കിൽ നിശ്ചയമായിട്ടും അവിടെ BJPക്ക് ഒരു എഡ്ജ് ഉണ്ടാകും. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള 1-2 സെനാരിയോ കൊണ്ട് മാത്രം പാലക്കാടിനെ അളക്കാനായിട്ട് ഒരുപക്ഷെ സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്ന നീലട്രോളി ഉണ്ട്. നീലട്രോളി എന്ന് പറയുന്നത് മറ്റേ വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെയാണ്. അത് അപ്പർ ഹാൻഡ് കൊടുക്കുന്ന ആർക്കാണ്? അത് അപ്പർ ഹാൻഡ് കൊടുക്കുന്ന UDF സ്ഥാനാർത്ഥിക്കാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥിക്ക് ഗുണവും ദോഷവും നൽകുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ BJPക്കുണ്ട്, അതേപോലെ തന്നെ CPMനുണ്ട്. പിന്നെ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇതൊരു ഫൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കരുതുന്നത് ഒരു 35,000 വോട്ട് വരെ ഈ LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ, 35,000-ഓ അതിൽ താഴെയോ ആണ് എങ്കിൽ അത് ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക എന്നാണ് എനിക്ക് ഈ ഒരു ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം സരിൻ്റെ വോട്ട് പോൾ ചെയ്തിരിക്കുന്നത് കുറവാണ് എങ്കിൽ അത് എവിടേക്ക് പോകുന്നു എന്നതനുസരിച്ചിട്ടായിരിക്കും ഇതുണ്ടാവുക. നേരത്തെയും 35,000-36,000 വോട്ടുണ്ട്. പക്ഷേ അവരുടെ ക്യാമ്പയിൻ അനുസരിച്ച് അത് വർദ്ധിക്കണം. അത് വർദ്ധിക്കുകയാണ് എങ്കിൽ അത് UDFന് വലിയ ക്ഷീണമുണ്ടാക്കും. നേരെ മറിച്ച് അത് വർദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് BJPക്കാണ് ഗുണമുണ്ടാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും മൈനോറിറ്റീസ്, നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ വിഭാഗത്തിനെ കൂടി നമ്മൾ ഈ മുസ്ലിം വിഭാഗത്തിനോടൊപ്പം ചേർത്ത് കഴിഞ്ഞാൽ കളക്റ്റീവായിട്ട് മൈനോറിറ്റീസാണ് ഒരു മജോറിറ്റി ഹിന്ദു മണ്ഡലത്തിലെ ഫലം തീരുമാനിക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അധികമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ആരും ഈ ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നതിൽ വലിയ കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ടുള്ള പോളിംഗ് ഡേറ്റ നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. കാരണം ഓവറോൾ ഡേറ്റ എവിടെയുണ്ട്, പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ
ഇപ്പോൾ പല നറേറ്റീവ് ഉണ്ട്. ഇപ്പോൾ നഗരസഭയിൽ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ഭാഷ്യമുണ്ട്. ഈ പരക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ അല്ല എന്നും പിരായിരിയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അത് കേവലം 2% എന്നുള്ള ആത്യന്തിക കണക്കൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ആധികാരിക ഡേറ്റ കിട്ടാതെ അത് പറയാൻ കഴിയില്ല. പക്ഷേ ആ ഡേറ്റയൊക്കെ എടുത്ത് വരുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫലം വരും. അപ്പോൾ ആ ഫലം വരട്ടെ, ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആ മണ്ഡലത്തിന് ഗുണമുള്ള രീതിയിലത്തേക്ക് അവർ തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ പ്രവർത്തിക്കാനും അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. എന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരാനുള്ളത്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം BJPയും UDFയും തമ്മിലുള്ള ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ BJPക്ക് പുതിയൊരു ഊർജം നൽകും. ഇല്ലെങ്കിൽ അത് വലിയ ഉത്തരവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ ചോദ്യങ്ങൾക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വം മറുപടി പറയേണ്ടി വരും എന്ന നിലയിലുള്ള കാര്യങ്ങളിലേക്കാണ് ഈ ഒരു വിഷയത്തിൽ സംഗതികളുടെ പോക്ക് എന്ന് കരുതുന്നു. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ശ്രീജിത്ത് പണിക്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.